കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യേശു കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ പറഞ്ഞു, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. അവരുടെ വിശ്വാസത്തിന്റെ ശക്തിയാൽ യേശു അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർ രോഗവിമുക്തരായി തീർന്നു. സ്നേഹമുള്ളവരെ, ദൈവം തൊട്ടവരും ദൈവത്തെ തൊട്ടവരും സൗഖ്യമുള്ളവരായി മാറിയെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ക്രിസ്തുനാഥൻ ഓരോ മനുഷ്യരുടെയും വിശ്വാസത്തിന്റെ ആഴം എത്രയെന്ന് മനസ്സിലാക്കുന്നു. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യമുള്ളവളായി മാറി. യേശു പറഞ്ഞു, മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അന്ധന്റെ കണ്ണുകൾ തുറന്ന കർത്താവ്, തന്റെ അടുക്കൽ വന്ന അനേകം രോഗികളെ സൗഖ്യമാക്കിയ ദൈവം, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെയും രോഗത്താൽ വേദന അനുഭവിക്കുന്നവരെയും ഭാരത്താൽ നീറുന്നവരെയും തൊടുവാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹത്തിന്റെ ദാതാവായ ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്. എന്നാൽ നാം നമ്മുടെ സമീപത്ത് തന്നെ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയണം. ദൈവസന്നിധിയിലേക്ക് അനുഗ്രഹം പ്രാപിക്കുവാനായി കടന്നു ചെല്ലണം. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, എൽക്കാനയുടെ 2 ഭാര്യമാരിൽ ഒരുവളായ ഖന്നയ്ക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ സപത്നി അവളെ നിരന്തരം വേദനിപ്പിച്ചിരുന്നു. ഒരിക്കൽ മുറിപ്പെട്ട ഹൃദയവുമായി അവൾ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നു. ഹൃദയം നൊന്ത് കരഞ്ഞ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകി. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവം മുറിവേറ്റതിനെ സൗഖ്യപ്പെടുത്താനും വീണതിനെ കൈപിടിച്ചുയർത്താനും പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുമാണ് കടന്നു വന്നത്. നമ്മെ വേദനിപ്പിച്ചവരെയും മുറിവേൽപ്പിച്ചവരെയും നാം വിധിക്കാതെ ദൈവത്തിന് മുമ്പിൽ അവയെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം എത്തിച്ച നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും ഫലരഹിതമാവുകയില്ല. സംഗീതകൻ വിളിച്ചു പറയുന്നു, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. ദൈവം മനുഷ്യമക്കളുടെ നിലവിളി കേൾക്കുന്നത് കൊണ്ടാണ് അവരെ സൗഖ്യപ്പെടുത്തുവാനും ദൈവം കടന്നു വരുന്നത്. ഇന്ന് വിശ്വാസത്തോടെ നാം ദൈവസന്നിധിയിൽ ആശ്രയിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വചനം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവേ, അങ്ങയുടെ വിരൽ തുമ്പ് തൊട്ടാൽ മതി, എന്റെ ഹൃദയം ശാന്തമായി തീരും. അങ്ങയുടെ സ്നേഹം തൂമഞ്ഞ പോലെ എന്നിൽ വർഷിക്കട്ടെ. ഇന്ന് വേദനിക്കുന്ന ഓരോ ഹൃദയങ്ങളുടെ മുറിവുകളെയും ഈശോയെ അങ്ങ് ഉണക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ തൈലത്താൽ ഞങ്ങളെ കഴുകണമേ. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് കടന്നു വരണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ. ഈശോയെ, അങ്ങ് കടന്നു വരണമേ. ഈശോ, നീ വന്നിടണമേ. മുറിവുണക്കിയിടണമേ കർത്താവേ. മുറിവുണക്കിയിടണമേ. യേശുവേ, സ്നേഹത്തിന്റെ തൈലം പൂശണമേ. ഞങ്ങളെ വിരൽ തുമ്പൊന്നു തൊട്ടാൽ
കർത്താവായ യേശുവേ, നൊമ്പരം അകറ്റുന്ന ക്ഷമിക്കുന്ന സ്നേഹമായി എന്ന് ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ തക്കവിധം അങ്ങയുടെ കരം ഞങ്ങളെ തൊടയണമേ കർത്താവേ. യേശുവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണം. ആഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആരൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ആഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആരൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണമേ. ഓരോ മനസ്സുകളിലെയും മുറിവുകൾ ഉണക്കണമേ കർത്താവേ. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ആനന്ദം വേദനിക്കുന്ന ഓരോ ഹൃദയങ്ങളിലും ഒഴുകട്ടെ. അനാഥത്വം അനുഭവപ്പെടുന്ന എല്ലാ മേഖലയിലും ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം കടന്നു വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലിയ കരത്താൽ ഞങ്ങളെ സംരക്ഷിക്കണം. തിരുമാറോടു ചേർന്ന കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൽ ആനന്ദമൊഴുകും. ആക്കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ആ തിരുമാറോടു ചേർന്ന ആത്മാവിൽ ആനന്ദമൊഴുകും. ആക്കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ള സ്നേഹനയനം പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണമേ. മുറിവുണക്കിടണമേ. സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ഇന്ന് ദൈവം തൊടുവാൻ തക്കവിധം നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലട്ടെ എന്നും അതുവഴി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.